ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. OB അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക്. ഇത് ICT കോൺസെപ്റ്റ്സിൽ അല്ലെങ്കിൽ SMC കോൺസെപ്റ്റ്സിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് ഓർഡർ ബ്ലോക്ക് കോൺസെപ്റ്റ്. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്തേക്കണ പെൻഡിങ് ഓർഡേഴ്സ് കിടക്കണ ഏരിയ, അതാണ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, മേ ബി ഒരു ഏരിയയിൽ കുറേ പെൻഡിങ് ഓർഡേഴ്സ് കിടക്കണുണ്ടാവും. മാർക്കറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ നടത്തി കാണിക്കും ട്രേഡേഴ്സിനെ ട്രാപ്പ് ആക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഈ സോണിലേക്ക് തിരിച്ചു വന്നിട്ട് അവർ ആ ഓർഡേഴ്സ് എടുത്ത് പെൻഡിങ് ഓർഡേഴ്സ്, അവിടെ കിടക്കണം പെൻഡിങ് ഓർഡേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് ചെയ്തേക്കണം പെൻഡിങ് ഓർഡേഴ്സ് എടുത്തിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് അതിനെ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യും. അതാണ് ഈ കോൺസെപ്റ്റ് പഠിക്കുക. അപ്പോൾ ഈ ഓർഡേഴ്സ് കിടക്കണ ഈ സ്പോട്ട് അല്ലെങ്കിൽ ഈ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓർഡർ ബ്ലോക്ക് കോൺസെപ്റ്റ്, ICTയിലെ ഓർഡർ ബ്ലോക്ക് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ SMC വെച്ച് നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ഏരിയ, അതാണ് ഈ മെയിൻ സ്പോട്ട്. ഓക്കെ, മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യണത്, പ്രൈസ് എപ്പോഴും മാർക്കറ്റിൽ മൂവ് ചെയ്യണത് ഡിമാൻഡും സപ്ലൈക്കും വേണ്ടിയാണ്. സോ ഈ ഓർഡേഴ്സ് കിടക്കുന്ന ഒരു സ്പോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ട് ഗോൾഡ് USD ചാർട്ടാണ്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചാർട്ട്സ് തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നില്ല. എല്ലാ ചാർട്ടിലും, എല്ലാ ഫോറക്സിലും, കമ്മോഡിറ്റീസിലും, ഇൻഡെക്സിലും, സ്റ്റോക്സിലും കോൺസെപ്റ്റൊക്കെ ഒരേ രീതിക്കാണ് വർക്കാവുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇത് എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പാണ്, ഞാൻ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് സെറ്റപ്പാണ്. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവണം, 100% വർക്കൗട്ട് ആവണമെന്നില്ല. ഈ വീഡിയോ നിങ്ങൾ റെഫറൻസ് രീതിയിലെടുത്ത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക, ഇത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്. ഓക്കെ, സോ ഈ ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് നോക്കാം. SMC കോൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് സെറ്റപ്പിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടോ എന്ന് നോക്കാം, അതല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ്, ഒരു ബുള്ളിഷ് മാർക്കറ്റ് എപ്പോഴും ഹൈ ലോ, ഹയർ ലോ, ഹയർ ലോ, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. റൈറ്റ്, ഇങ്ങനെ ബുള്ളിഷ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഹൈ അല്ലെങ്കിൽ ഈ ഹൈ, ഇവിടെ ലോ, ഇവിടെ ഹൈ, ഇവിടെ ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ. ഇതാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ബുള്ളിഷ് സ്ട്രക്ചറിൽ പ്രൈസ് ഇങ്ങനെയാണ് എപ്പോഴും മൂവ് ചെയ്യുക. സോ ഈ ഹയർ ഹൈ ബ്രേക്ക് ചെയ്യണ ഈ പോയിന്റ്, ലെറ്റ്സ് സീ, ഈ ഒരു പോയിന്റിൽ ഇവിടെയാണ് മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഈ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, BOS. സോ നമ്മൾ നോക്കണത് BOSൽ ഈ ഹൈ നമുക്കൊന്ന് അടിയിലേക്ക് ഡ്രോ ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ട് ഓർഡർ ബ്ലോക്ക് കിടക്കുന്നുണ്ടാവും. അതാണ് കോൺസെപ്റ്റ്. ഈ ഏരിയയിലായിരിക്കും ഓർഡർ ബ്ലോക്ക് ലൊക്കേറ്റ് ചെയ്യുക. പ്രൈസ് അതിനകത്തേക്ക് റീ എൻട്രി ചെയ്തിട്ട് പ്രൈസ് അതുപോലെ തന്നെ റിയാക്ട് ചെയ്യും. അതാണ് കോൺസെപ്റ്റിൽ നടക്കുക. സോ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലുള്ള ഓർഡർ ബ്ലോക്കും, അത് ഞാൻ ഹയർ ടൈം ഫ്രെയിമിലാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കുക. പിന്നെ വന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നിട്ടാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൈസ് മൂവ് ചെയ്യണത് ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. മേ ബി നമുക്കൊരു വേറെ സ്ട്രക്ചർ നോക്കാം. ഒരു ഹൈ തന്നു, ലോ തന്നു, ലോവർ ഹൈ തന്നു, ലോവർ ലോ തന്നു, ലോവർ ഹൈ തന്നു, ലോവർ ലോ തന്നു. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സീ, ഇവിടെ വന്നു, ഇതിപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാറി. നേരത്തെ ബെയറിഷ് മാർക്കറ്റ് ഇപ്പോൾ മാറിയിട്ട് ബുള്ളിഷ് മാർക്കറ്റായി. ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സോ ഈ ഒരു ഏരിയ, അതായത് ഈ പ്രീവിയസ് ഹൈ, ഈ ലോ ക്രിയേറ്റ് ചെയ്ത് വന്നൊരു ഏരിയ, അല്ലെങ്കിൽ നമുക്കിത് ഇവിടം വരെ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, പെട്ടെന്ന് അത് ക്യാരക്ടർ മാറാണ്. ഹയ്യർ ഹൈ ആയി, ഹയ്യർ ലോ ആയി, ഹയ്യർ ഹൈ ആയി. സോ ഈ ഒരു സ്ട്രക്ചറിനാണ് പറയുക ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ ഒരു ഏരിയയ്ക്കാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അല്ലെങ്കിൽ ICT പ്രകാരം ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, സോ ഇത് നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ചേഞ്ച് ഓഫ് ക്യാരക്ടറും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും ഓൾമോസ്റ്റ് സെയിം പരിപാടിയാണ്. MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. സോ ഇങ്ങനെ ഒരു ഏരിയ മാർക്കറ്റ് തരാണെങ്കിൽ ഇവിടെ ഉണ്ടാവണ OB, ഇവിടെ ഉണ്ടാവണ ഓർഡർ ബ്ലോക്ക്, ഇതാണ് എൻ്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ ഞാൻ ഉപയോഗിക്കുക. എൻ്റെ മോസ്റ്റ് പ്രോബബിലിറ്റി തന്നെ, മോസ്റ്റ് ഹൈലി പ്രയോറിറ്റി അല്ലെങ്കിൽ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, സോ ലൈക്ക് ഫസ്റ്റ് നമ്മൾ നോക്കി ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടാണ് ഓർഡർ ബ്ലോക്ക് നോക്കുക. സോ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ജസ്റ്റ് എബോ, ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ ജസ്റ്റ് എബോ, അല്ലെങ്കിൽ ബിയറിഷ് ആണെങ്കിൽ ജസ്റ്റ് ബിലോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവണം. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ക്യാൻഡിൽസ് തമ്മിലൊരു ഇംബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റപ്പിൽ ഹൈ പ്രോബബിലിറ്റി ഓർഡർ ബ്ലോക്ക് തന്നത്. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെ, എന്നിട്ട് ആ ഓർഡർ ബ്ലോക്കിൻ്റെ ജസ്റ്റ് എബോ അല്ലെങ്കിൽ ബിലോ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ. സോ ഇങ്ങനെയുള്ള ഓർഡർ ബ്ലോക്സിലാണ് ഞാൻ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇനി ഇത് എടുത്തു കഴിഞ്ഞ് ട്രേഡ് എടുത്തു കഴിഞ്ഞ് എൻ്റെ ടാർഗറ്റ് എടുക്കുന്നത് എപ്പോഴും പ്രീവിയസ് സ്വിംഗ് ഹൈ ഓർ ലോ, ഇവിടെ ആയിരിക്കും എൻ്റെ ടാർഗറ്റ് എപ്പോഴും വരാം. പ്രീവിയസ് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ തന്നെ. സോ ഇതിപ്പോൾ ഇതൊരു ബുള്ളിഷ് സിനാറിയോ ആണ്. സോ ഇവിടെ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഈ റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഹൈ. ഓക്കെ, പ്രീവിയസ് ഹൈ ആയിരിക്കും ബുള്ളിഷിൽ നിന്ന് ട്രേഡ് എൻ്റെ ടാർഗറ്റ് വരാം. സോ ബെയറിഷ് പോകണമെങ്കിൽ ഓൾമോസ്റ്റ് സ്വിംഗ് ലോയിലായിരിക്കും ട്രേഡ് വരാം. ഓക്കെ, സോ നമുക്കിനി ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിൽ എങ്ങനെ സ്പോട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്, ഓൾമോസ്റ്റ് ആദ്യം നിങ്ങൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് പറ്റിയ ടൈം ഫ്രെയിം, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം. ട്രേഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ ട്രേഡിങ് ടൈം ഫ്രെയിം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പല ട്രേഡേഴ്സിനും പലതായിരിക്കും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുക 1 minute, 5 minute, 15 minutes ടൈം ഫ്രെയിംസ് ആണ്. സോ ലൈക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിൽ എപ്പോഴും നിങ്ങൾക്കൊരു ലോവർ ടൈം ഫ്രെയിം, മിഡിൽ ടൈം ഫ്രെയിം, ഹയർ ടൈം ഫ്രെയിം വേണം. നിങ്ങളെപ്പോഴും ഒരു 3 ടൈം ഫ്രെയിം നിങ്ങളുടെ കയ്യിലിരിക്കണം. ഓക്കെ, അതെപ്പോഴും മൈൻഡ് ചെയ്യുക. ടൈം ഫ്രെയിമിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. സോ ലൈക്ക് ഞാൻ എപ്പോഴും ട്രേഡ് എടുക്കാൻ ഉപയോഗിക്കുക ഇൻഡെക്സിൽ ഞാൻ നോക്കുക എപ്പോഴും 5 minutes ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ നോക്കുന്നത് 5 minutes 1 minutes ആണ്. 1 minutesലാണ് ഞാൻ ട്രേഡ് പഞ്ച് ചെയ്യുക. 5 minutes കൂടുതൽ ക്ലാരിറ്റിക്കാണ്. 50 minutes ആണ് ട്രേഡിങ് ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രെൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ. സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വന്നോ അപ്പോഴൊക്കെ യു ഷുഡ് ഗോ ഹയർ എന്ന് പറയാം. സോ ലൈക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകണം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നോ അപ്പോഴൊക്കെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഓക്കെ, സോ ഇതിപ്പോൾ ഗോൾഡ് USD സ്പോട്ട് ആയതുകൊണ്ട് ഇത് മാർക്കറ്റ് ഓൾമോസ്റ്റ് 24 hours ഓപ്പൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ ടൈം ഫ്രെയിം 15 minutes ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ 1 minute ആണ് ഞാൻ ഉപയോഗിക്കുക. ഈ മാർക്കറ്റിൽ 15 minutes ആണ് ഉപയോഗിക്കുക. ഓക്കെ, എൻ്റെ ലോവർ ടൈം ഫ്രെയിം 15 minutes ആണ്. അതിൽ 1 minute ഞാൻ പോവുകയില്ല. 1 minute പോകേണ്ട ആവശ്യം നോക്കില്ല, കാരണം ഇത് അത്ര നേരം ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ
എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ പോകണതാണ് നല്ലത്. ലോ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ അത്ര മൂവ്സ് നല്ല ഫ്ലക്ച്വേഷൻസ് കാണിക്കും. സോ നമുക്ക് നേരത്തെ പറഞ്ഞത് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും ഹൈലി പ്രോബബിൾ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നതാണ്. സോ ലൈക്ക് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ലോ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ. ഇത് കഴിഞ്ഞിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹയ്യർ ഹൈ ആയി, ഹയ്യർ ലോ ആയി, ഹയ്യർ ഹൈ ആയി, ഹയ്യർ ലോ ആയി, ഹയ്യർ ഹൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാർക്കറ്റ്. ഇതാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. സോ ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്തു. ഈ ഒരു ഹൈ മുതൽ ഈ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഹൈ വരെ ഞാൻ മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടം വരെ നോക്കിയാൽ മതി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെയാണ് തന്നേക്കണം, ഇത്രയും ദൂരം പോകണ്ട. ഇവിടെ വരെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ക്ലോസ് ചെയ്തേക്കണ ക്യാൻഡിൽ റെഡ് ആണോ ഗ്രീൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നിലവിൽ ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തേക്കണത്. ഇവിടെ മുതൽ ഗ്രീൻ ക്യാൻഡിൽ പ്രൈസ് നല്ല രീതിക്കാണ് മൂവ് ചെയ്തേക്കണത്, വിച്ച് മീൻസ് ഇവിടെ മാർക്കറ്റ് നല്ലൊരു ഓർഡർ ഗ്രാബ് ചെയ്തിട്ടാണ് പോയേക്കണത്. സോ ഈ ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ക്ലോസ് ചെയ്തേക്കണത്. സോ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കണോണ്ട് ഇതിൻ്റെ ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിൽ, ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് വന്ന റെഡ് ക്യാൻഡിൽ ഞാൻ മാർക്ക് ചെയ്യണം. അതാണ് എൻ്റെ സെറ്റപ്പിലെ ഓർഡർ ബ്ലോക്ക്. നമുക്ക് 15 മിനിറ്റ്സ് പോസിറ്റീവ് OB. ഇതാണ് എൻ്റെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യും. സോ പ്രൈസ് ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൈസിൻ്റെ അകത്തേക്ക് വരുമെന്നല്ല നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. പ്രൈസിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഉറപ്പില്ല. സോ ഇൻ കേസ് പ്രൈസിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എൻട്രി എടുക്കും, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത് പോസിറ്റീവ് ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ നിന്നൊരു ലോങ് ഷോട്ട് എൻട്രി പോകും. ഇതാണ് ഇപ്പോൾ ലോങ് എൻട്രിയിൽ ടാർഗറ്റ് ഞാൻ പറഞ്ഞല്ലോ, സ്വിങ് ഹൈ. ഇതാണ് നമ്മുടെ സ്വിങ് ഹൈ. സ്റ്റോപ്പ് ലോസ് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വെക്കുക. അതായത് ഈ ക്യാൻഡിലിൻ്റെ ഏറ്റവും ലോ അതായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ ഇതാണ് എൻ്റെ ഓർഡർ ബ്ലോക്ക് എൻട്രി. ഇതൊരു 1:4 എൻട്രിയാണ്. ഓക്കെ, 1:4 എൻട്രി. സോ അത് ഒരു വളരെ നല്ല എൻട്രിയാണ്. 1:4 റിസ്ക് റിവാർഡ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ ഇങ്ങനെയാണ് ഞാൻ എൻട്രി മാർക്ക് ചെയ്യൽ. ഇനി വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നോക്കിയത് ചേഞ്ച് ഓഫ് ക്യാരക്ടറിലാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടറിലാണ് എനിക്ക് കൂടുതൽ സെറ്റപ്പ് കിട്ടുക. 1 മിനിറ്റ്സിൽ ഞാൻ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ ലോ ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ആണ് ഈ ചാർട്ടിൽ. സോ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകാം, 30 മിനിറ്റ്സ് അല്ലെങ്കിൽ മേ ബി 1 അവറിലേക്ക് പോകാം. 1 അവർ ആയിരിക്കും നമ്മളിവിടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് ചൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്തിപ്പോൾ 1 അവറിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് ഇവിടെ തന്നേക്കുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ ലോ ഹയർ ഹൈ ലോ ഹൈ ലോ ഹൈ ഇങ്ങനെ പോവാണ്. സോ ഞാൻ പറയല്ലോ, പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അത് ഹയർ ടൈം ഫ്രെയിമിലെ കാര്യം ഞാൻ പറയുന്നത്. ലോവർ ടൈം ഫ്രെയിമിൽ ഞാൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കാറില്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെ എനിക്ക് കിട്ടണം. ഓക്കെ, സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ പറഞ്ഞല്ലോ, ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്ന ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഈ ഒരു നല്ല മൂവ്മെൻറ്റ് തന്നിട്ടായിരിക്കും എപ്പോഴും ക്യാൻഡിൽസ് ക്ലോസ് ചെയ്യുക. സോ ലൈക്ക് ഇത്ര നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഒരു ക്യാൻഡിലിൽ കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് കിടക്കുന്നുണ്ടാവും. അതാണ് ഈ കോൺസെപ്റ്റ്. സോ ലൈക്ക് നമുക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യാം. ഒരു ഏരിയ മാർക്ക് ചെയ്യുക. നമ്മൾ ഇതാണ് ഓർഡർ ബ്ലോക്ക്. വെയിറ്റ് ചെയ്യുക, പ്രൈസ് അവിടെ വരെ എത്തണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പ്രൈസ് അവിടെ എത്തി. ഓക്കെ, പ്രൈസ് അവിടെ എത്തി, പ്രൈസ് റിയാക്ട് ചെയ്ത് തുടങ്ങി. ഇവിടെയാണ് നമ്മുടെ എൻട്രി. പ്രൈസ് എത്തി, പ്രൈസ് റിയാക്ട് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ നമുക്ക് വേണം. എപ്പോഴും കൺഫർമേഷൻ കഴിഞ്ഞിട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ. നോക്കി കഴിഞ്ഞാൽ 1:9 ട്രേഡാണ്, 1:9 എൻട്രിയാണ്. ഓൾമോസ്റ്റ്
1:9 വരെ പോകേണ്ട കാര്യമില്ല. ഇതാണ് പ്രീവിയസ് സ്വിംഗ് ഹൈ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ടാർഗറ്റ് 1:6. അത് കഴിഞ്ഞിട്ട് അടുത്ത ടാർഗറ്റ് ഈ ഹൈ ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ടാർഗറ്റാണ് ഈ ഹൈ. സോ അങ്ങനെ എപ്പോഴും കീപ്പ് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ഹൈയിലേക്ക് പോകരുത്. ആദ്യത്തെ ഹൈ മാർക്ക് ചെയ്യുക, പിന്നെ അടുത്ത ഹൈ മാർക്ക് ചെയ്യുക, പിന്നെ അടുത്ത ഹൈ. അതായിരിക്കണം ട്രെയിൽ ചെയ്തിട്ട് SL കൊണ്ടുപോകാം. ടാർഗറ്റ് എപ്പോഴും അങ്ങനെ ചെയ്യുക. സോ ലൈക്ക് വേറൊരു എക്സാമ്പിൾ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ബുള്ളിഷ് മാർക്കറ്റിലാണ് ഇപ്പോൾ ഫുൾ എൻട്രി കാണിച്ചത്. റിയാക്ട് ചെയ്തില്ല. ഈ ഏരിയ ഒക്കെ ശരിക്കും ICTയിൽ വേറൊരു കോൺസെപ്റ്റാണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഇത് ശരിക്കും ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. പക്ഷേ പ്രൈസ് ഇവിടെ റിയാക്ട് ചെയ്തില്ല, റെസ്പെക്ട് ചെയ്തില്ല. ഈ ഓർഡർ ബ്ലോക്ക് റെസ്പെക്ട് ചെയ്തില്ല. യൂഷ്വലി പ്രൈസ് മൂവ്മെൻറ്റ് തരേണ്ടത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് ശരിക്കും മൂവ്മെൻറ്റ് തരേണ്ടത്. സോ ലൈക്ക് ഇവിടെ പ്രൈസ് അങ്ങനെ തന്നില്ല. സോ ആ സമയത്ത് ഈ ഒരു ഏരിയ ബ്രേക്കർ ബ്ലോക്കായിട്ട് ആക്ട് ചെയ്യും. ഞാൻ വേറെ ഇതിൽ പറഞ്ഞു തരാം, വേറെ വീഡിയോ ചെയ്തു തരാം. ലൈക്ക് ഇപ്പം ഇതാണ് എൻ്റെ പേഴ്സണൽ ട്രേഡിങ് സെറ്റപ്പ്. നിങ്ങൾ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്റ്റഡി ചെയ്താൽ മാത്രമേ ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പല യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കിയാലും പലവരും പല രീതിയിലായിരിക്കും ഓർഡർ ബ്ലോക്സ് മാർക്ക് ചെയ്യുക. സോ ലൈക്ക് കോൺസെപ്റ്റ് എപ്പോഴും സെയിം ആണ്. ആ ഒരു ഏരിയയിൽ കുറേ ഓർഡേഴ്സ് പെൻഡിങ് കിടക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ട്രേഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.